അപ്പോൾ ഇന്ന് രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം സമയം 5:30 ആവുന്നേ ഉള്ളൂ. കതകൊക്കെ തുറന്നപ്പോൾ നല്ല ഇരുട്ടായിരുന്നേ, നേരം വെളുത്ത് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് അമ്പലത്തിലെ പാട്ടും കുഞ്ഞു കുഞ്ഞു കിളികളുടെ ഒച്ചയൊക്കെ കേൾക്കാവേ. അപ്പോൾ ഇന്ന് രാവിലെ ഇത്ര നേരത്തെ കുളിച്ചത് നമ്മുടെ ഇവിടുന്ന് മലയ്ക്ക് പോകാനായിട്ട് മാല ഇടുന്നുണ്ട്. അപ്പോൾ രാവിലെ എല്ലാവരും കുളിച്ച് അമ്പലത്തിലൊക്കെ പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. അതുതന്നെയല്ല, ചായയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ചെടി കണ്ടു, ഇത് നമ്മുടെ അടുത്തൊരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിന് കുഞ്ഞു കുഞ്ഞു റോസ് കളറിലെ പൂക്കളാണ്. ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല. പിന്നെ നമ്മുടെ റോസാപ്പൂ ഒക്കെ വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. നിറയെ വെള്ളത്തുള്ളികളുണ്ട്. അപ്പം നല്ല മഞ്ഞുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇത് ബാംഗ്ലൂർ മുല്ലയാണ്. ഇതൊരു പള്ളിപ്പെരുന്നാളിന് വാങ്ങിച്ചാണ്. ആദ്യം ഇത് കരിഞ്ഞു പോയി, പിന്നെ ഇത് നന്നായിട്ട് വരുന്നുണ്ട്. പിന്നെ ഈ കാണുന്ന റോസ് ചെടിയുടെ പേര് എനിക്കറിയത്തില്ല, പക്ഷെ നിറയെ റോസ് കളറിലെ പൂക്കൾ എന്നും കാണുവേ. പിന്നെ നമ്മളിവിടെ 3 ബന്ധിത്തൈകളുണ്ട്. ബന്ധിയല്ല, ജമന്തി തൈകളുണ്ട്. ഇതും ഉണങ്ങിയ പൂവിട്ടുണ്ടായതാണ്. കുഞ്ഞു പൂവാണെങ്കിലും നിറയെ 3ലും നിറയെ മുട്ടുമുണ്ട്, പൂക്കളുമുണ്ട്. പിന്നെ നമ്മളിവിടെ കനകാമ്പരമുണ്ട്. ഇതും ഉണങ്ങിപ്പോയതാണ്. പിന്നെ ഇത് നന്നായിട്ട് വന്ന് നിറയെ പൂക്കളോടുകൂടി നിൽപ്പുണ്ട്. പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ മാറി അമ്പലത്തിൽ പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റത്തെ കാര്യം, നടന്നു പോകാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടാണ് പോകുന്നത്. അപ്പോൾ ഇവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടാണ് മലയ്ക്ക് പോകുന്നത്. പിന്നെ നമ്മൾ അമ്പലത്തിൽ പോകുന്നതിന് അപ്പുറത്ത് ഇപ്പുറത്ത് സൈഡിൽ മുഴുവൻ കൈതത്തോട്ടമാണ്. ഈ സ്ഥലം എടുത്തിട്ട് കൃഷി ചെയ്തില്ലേ ആൾക്കാർ, അങ്ങനെ. അപ്പം വളമൊക്കെ ഇടുന്നതായതുകൊണ്ട് നല്ല മധുരമുള്ള നല്ല വലിയ കൈതച്ചക്കയാണ്. നമ്മളങ്ങനെ പറിക്കത്തൊന്നുമില്ല. നമ്മളിവിടെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ കാണുവാണെങ്കിൽ നമ്മൾ പറിച്ച് വീട്ടിലോട്ട് കൊണ്ടുവരുവേ. ഇപ്പോൾ സമയം 7:30 ആയിട്ടേ ഉള്ളൂ. എന്നാലും നല്ല തണുപ്പും ചെറിയ ചെറിയ മഞ്ഞും ഒക്കെ ഉണ്ട്. പിന്നെ കാലൊക്കെ കഴുകി അമ്പലത്തിലേക്ക് കയറാൻ പോവാണ്. പിന്നെ നമ്മൾ അമ്പലത്തിനകത്ത് ചെല്ലുമ്പം വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുക്കുന്നില്ല. നമ്മൾ ഭഗവാനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് വെളിയിലോട്ട് ഇറങ്ങിയ. അപ്പം നമ്മൾ കുറച്ച് പുണ്യാഹ വെള്ളം കൂടെ വാങ്ങിച്ചു. നമ്മുടെ വീടൊക്കെ തുടച്ചൊക്കെ ഇട്ടേക്കുവാണ്. അപ്പം നമുക്ക് കുറച്ച് പുണ്യാഹം കൂടെ തളിക്കേണ്ടത് കൊണ്ട് നമ്മൾ പുണ്യാഹ വെള്ളം കൂടെ വാങ്ങിച്ചു. ഇത് നമ്മുടെ അമ്പലത്തിൻ്റെ പുറകുവശമാണ്. ഇവിടെയാണ് വണ്ടി വെക്കാൻ സൗകര്യം. അതുകൊണ്ടാണ് നമ്മൾ ബാക്കിലൂടെ കയറിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കുഞ്ഞമ്പലം. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ ഗൈസ്. ടാറ്റാ.